നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ജോണി ജോസ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പത്രത്തിലൂടെയൊക്കെ വായിക്കുന്നത് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ 2022 ഒക്ടോബർ മാസം എൻ്റെ മകൾക്ക് TCSൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ ജോലി കിട്ടി. അന്നേരം ഈ സെലക്ഷനായ കുട്ടികൾ എല്ലാ ആൾക്കാരും കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരായിരുന്നു. എൻ്റെ മകളാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിങ്ങും ബാക്കി ഇതിനോട് ബന്ധപ്പെട്ട പരീക്ഷകളൊക്കെ അവൾക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നുകയും പരീക്ഷ പാസ്സാകാൻ ചാൻസ് ഇല്ല എന്ന് എന്നോട് പറയുകയും ചെയ്തു. അന്നേരം ഞങ്ങൾ കൃപാസനത്തിൽ വരാമെന്നും അമ്മയോട് നന്ദി പറയാമെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും എൻ്റെ മകൾ ആ പ്രശ്നങ്ങളെല്ലാം പൂർത്തിയാക്കി, കോഴ്സെല്ലാം പൂർത്തിയാക്കി ഉടൻ തന്നെ പെർമനൻ്റായിട്ട് പോസ്റ്റിംഗായി അവിടെ പ്രോജക്റ്റിലേക്കൊക്കെ അഡ്മിഷൻ കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ കൃപാസനത്ത് വന്ന് കുടുംബമായിട്ട് വന്ന് അമ്മയോട് നന്ദി പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തില്ല, അങ്ങനെ തോന്നിയില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ മൊബൈൽ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ഒരു ലിങ്ക്, യാദൃശ്യമായൊരു ലിങ്ക് ഇങ്ങനെ വന്നു. അപ്പോൾ അവൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴും അത് കൃപാസനത്തിലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനമായിരുന്നു. ഞങ്ങൾ സ്ഥിരമായി ആ ധ്യാനം കൂടുകയും ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ കൃത്യമായിട്ട് കാണുകയും ചെയ്യുക പതിവായി. അത് കഴിഞ്ഞ് എൻ്റെ വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ട് ഈ ധ്യാനത്തിലും ഉടമ്പടി സാക്ഷ്യങ്ങളിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ഇവിടെ വരികയും ചെയ്തു. വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. 16/1/2024 ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്യും. 5-ാം മാസത്ത് 9-ാം മാസം അത് പുതുക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നത് എനിക്ക് പ്രധാനമായി കിട്ടിയ അനുഗ്രഹങ്ങൾ നിരവധി അനുഗ്രഹങ്ങളാണ്. ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾ ഏകദേശം ഒട്ടുമിക്ക എല്ലാ നിയോഗങ്ങളും എനിക്ക് മാതാവ് സാധിച്ചു വന്നു. അതിൽ പ്രധാനപ്പെട്ടത് എൻ്റെ മകൾക്ക് ഇപ്പോൾ ഒരു വിവാഹം, നല്ലൊരു പയ്യനെ വിവാഹം ആലോചനയൊക്കെ വന്നു. അതിൻ്റെ മനസ്സമ്മതമൊക്കെ കഴിഞ്ഞു. അത് ഉടൻ തന്നെ ഏപ്രിൽ മാസത്ത് കല്യാണം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊത്തിരി നൂലാമാലകൾ, എൻ്റെ പിതാവിൻ്റെ സ്വത്തുക്കളായതുകൊണ്ട് പഴയ പ്രമാണമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ലോൺ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ 5-6 മാസം കൊണ്ട് ഞാൻ ലോണിന് വേണ്ടി ഓടുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ബാങ്കിലൊന്ന് വിളിച്ചു, നിങ്ങൾക്ക് ലോണെല്ലാം സാങ്ഷൻ ആക്കിയിട്ടുണ്ട്, ഈ ആഴ്ച കാശ് തരാം എന്ന് പറഞ്ഞു. അതിന് ഞാൻ മാതാവ് നന്ദി പറയുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രൊമോഷൻ ഞാൻ ഒരു 5-6 വർഷം കേസുമായിട്ടൊക്കെ നടന്നിട്ട് എൻ്റെ ഗ്രേഡ് പ്രൊമോഷൻ കിട്ടാതെ കിടക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ മെയ് 31-ാം തീയതി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ്. അന്ന് രാവിലെ ഞങ്ങളുടെ ഡയറക്ടറെ പോയി കണ്ടു. സാർ ഇങ്ങനെ ഞാൻ ഇന്ന് റിട്ടയർഡ് ആവുകയാണ്, ഇന്ന് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ ആനുകൂല്യം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം സാറിൻ്റെ കമ്പ്യൂട്ടർ തിരിച്ചെനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇന്ന് രാവിലെ 5:30 നിങ്ങളുടെ ഓർഡർ സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. അതിന് ഞാൻ നന്ദി പറയും. 5 വർഷമായി കിട്ടാത്ത ഗ്രേഡ് എനിക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയുടെ കഴുത്തിലൊരു തടിപ്പുണ്ടായിരുന്നു. അതിന് കൃപാസനം മാതാവിൻ്റെ എണ്ണ ഇട്ടതിൻ്റെ ഫലമായി അത് പരിപൂർണമായി മാറി. അവിടെ കാലുമുട്ടിലൊരു എല്ല് വളർച്ച ഉണ്ടായിരുന്നു, നല്ല വഴിച്ചത്, അതെല്ലാം പരിപൂർണമായി മാതാവ് മാറ്റിക്കൊടുത്തു. ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും മാതാവിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ്. മാതാവിനും തിരുക്കുമാരൻ്റെയും ഓടാടിയോട് നന്ദി പറയുന്നു. ഈ പരിശുദ്ധാമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നന്ദി പറയാൻ അനുഗ്രഹം തന്നെ എനിക്ക് നന്ദി പറയുന്നു. ഞാനിപ്പോൾ എല്ലാ മാസവും ഇവിടെ മുടങ്ങാതെ വരികയും കൃപാസനം പത്രം വാങ്ങി പരമാവധി ആൾക്കാരിലെത്തിക്കുകയും ചെയ്യണം. ക്രൈസ്തവരുമായിട്ടുള്ള എല്ലാ ആൾക്കാരുടെ കയ്യിലും ഞാൻ എത്തിക്കുകയാണ്. എന്നെ കണ്ണാൽ കഴിയുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായം ആൾക്കാർക്ക് ചെയ്യുന്നു. രോഗികളെ സന്ദർശിക്കുന്നു, ആൾക്കാരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഇങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ കാരുണ്യ പ്രവർത്തികളും ചെയ്യുകയാണ്. ഞാൻ ഒരു ക്രൈസ്തവനായിരുന്നുവെങ്കിലും സ്ഥിരമായി പള്ളിയിൽ പോവുകയോ ആരാധനയിൽ പങ്കെടുക്കുന്ന ആളായിരുന്നില്ല. വല്ലപ്പോഴൊക്കെ മാത്രമേ പോകും. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ ആഴ്ചകളും പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും കുർബാനയിൽ പങ്കുകൊള്ളുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴെനിക്ക് എൻ്റെ എല്ലാ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നു. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം, മാതാവിൻ്റെ ഒരു പ്രസൻസ് എൻ്റെ ഫാമിലിയിൽ ഫീൽ ചെയ്യുന്നു. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കാണ് നന്നായി നമ്മളെ കുടുംബ പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു മാതാവിൻ്റെ പ്രസൻസ് ഞങ്ങൾക്ക് അനുകൂലമായി വരികയാണ്. അങ്ങനെ മാതാവിൻ്റെ ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട തിരുവഴുത്താരയിൽ ഒരു സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്നതിന് മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.